ഗുഡ് ഈവനിങ് ടു ഓൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ താരം എന്ന് പറയുന്നത് നെല്ലിക്കയില്ലേ, നെല്ലിക്ക നമ്മുടെ ശരീരത്തിനും മുടിക്കും എല്ലാം ബ്യൂട്ടി ടിപ്സ് എല്ലാം നല്ല അല്ലേ. പക്ഷെ നമ്മുടെ മക്കളോടൊക്കെ പറഞ്ഞാൽ ഇത് തിന്നില്ല, ഇതിനൊരു ചമർപ്പോ, അതെല്ലാവർക്കും അങ്ങനെ ഇഷ്ടപ്പെടില്ല. അപ്പം നമുക്ക് എൻ്റെ മക്കൾക്കൊക്കെ ഇഷ്ടപ്പെട്ട രീതിയിൽ ഇതെങ്ങനെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം, ഈസി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോ. അത് ഈ നെല്ലിക്ക എല്ലാം നമുക്കൊന്ന് നന്നായിട്ട് കഴുകിയെടുക്കാം. അപ്പം ഞാൻ ഏകദേശം ഇത്ര നെല്ലിക്ക എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ ഇത് ഞാൻ നെല്ലിക്ക നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. സ്പൂണിന് 2 പിന്നെ ഈ സ്പൂണിന് ഇങ്ങനെ ഒന്ന് തുളച്ച് ഇങ്ങനെ ഇടണ്ടേ. അതിനിടയ്ക്ക് ഞാൻ എന്താ ഉണ്ടാക്കണേന്ന് പറഞ്ഞില്ല അല്ലേ. നമുക്ക് തേനൊക്കെ ഉണ്ടെങ്കിൽ നല്ല തേൻ നെല്ലിക്ക ഉണ്ടാക്കിയെടുക്കാം. പക്ഷെ തേനില്ലാണ്ട് എങ്ങനെ തേൻ നെല്ലിക്ക ഉണ്ടാക്കാമെന്നാട്ടോ ഞാനിപ്പോൾ കാട്ടി തന്നെ. ഞാനിവിടെ തേൻ നെല്ലിക്ക ഉണ്ടാക്കുന്നത് ശർക്കരയും കൊണ്ടാട്ടോ. ശർക്കരയും കൊണ്ട് ഉണ്ടാക്കാം, അല്ലെങ്കിൽ നമുക്ക് പനം കൽക്കണ്ടം, അത് ഒത്തിരി ഹെൽത്തി ആട്ടോ. ശർക്കരയും കൊണ്ടായാലും വിഷയമൊന്നുമില്ല. അപ്പം ഞാനിതെല്ലാം ഒന്ന് പതിയെ ഒന്ന് ഹോൾസ് ഇട്ട് കൊടുത്തിട്ട് ഒരു ഇഡലി തട്ടിൽ ആവിക്ക് വെക്കും കേട്ടോ. അപ്പം ഇങ്ങനെ ഹോൾസ് ഇട്ട് കൊടുത്ത് നമുക്ക് ആ മധുരമൊക്കെ ഇതിലേക്ക് പെട്ടെന്ന് അബ്സോർബ് ചെയ്തോളൂല്ലോ, അതിന് വേണ്ടിയാണ്. ഏകദേശം ഇത്ര നെല്ലിക്കയൊക്കെ ഉണ്ട്. ഇനി ഇത് ഞാൻ ആവിക്ക് വെക്കാൻ പോവാം. ഇനി ഇത് അപ്പം ആവി കയറ്റി എടുത്താട്ടോ. ഇതെല്ലാം നനവൊക്കെ ഉണ്ട്. ഇത് ഇനി ഒരു കോട്ടൻ്റെ തുണിക്ക് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കണം. പുറത്ത് മഴ പെയ്യണ്ട, അതിൻ്റെ സൗണ്ടൊക്കെ കേൾക്കായിരിക്കും കേട്ടോ. അപ്പം ഞാൻ പതിയെ ഇതൊക്കെ ഒന്ന് തുടച്ചെടുക്കും കേട്ടോ. ഒത്തിരി അങ്ങനെ പൊട്ടിപ്പോകാൻ പാകത്തിനൊന്നും ആവി കയറ്റണ്ട. ജസ്റ്റ് ഒന്ന് കളർ ഒന്ന് ചേഞ്ച് ആവണം, കൈ വന്നാൽ മതി കേട്ടോ. പുറത്ത് നല്ല മഴയാട്ടോ. എൻ്റെ സൗണ്ടിൻ്റെ ഇച്ചിരി വിഷയമൊക്കെ കാണും, ഒന്ന് ക്ഷമിക്കണം കേട്ടോ. എല്ലാം ഇതുപോലെ ഒന്ന് വെള്ളമയമൊന്നും ഇല്ലെങ്കിൽ നമുക്ക് എത്ര നാൾ വേണമെങ്കിലും ഇത് വെക്കാം കേട്ടോ. കേട് വന്ന് പോവില്ല. പിന്നെ ഇതിന് നെല്ലിക്ക വേണോ? വേണ്ട. ഉണ്ടോ? നെല്ലിക്ക കാണുമ്പോൾ പിള്ളേർക്ക് വേണ്ട. ഞാൻ അമ്മയെന്നാ ഒരു സൂത്രം ഉണ്ടാക്കി തരാം, അന്നേരം വേണമെന്ന് പറയണം കേട്ടോ. ഏത് നോക്കിക്കോ അന്നേരം എഡിന് ഇഷ്ടപ്പെടുവോ ഇല്ലയോ എന്ന് കാണാം, നോക്കാം നമുക്ക് കേട്ടോ. ഞാനിവിടെ ഒരു ഉണ്ട ശർക്കര പാനിയാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് അരിച്ചെടുക്കണം. കല്ലൊക്കെ ഉള്ളതാണെങ്കിൽ കല്ല് കടിക്കില്ലേ, അപ്പം അതുകൊണ്ട് ഇതൊന്ന് അരിച്ച് വേറൊരു പാനിലേക്ക് മാറ്റും. ഞാനിവിടെ ശർക്കരയൊക്കെ അരിച്ച് വേറൊരു പാനിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആ പാനിൽ അരമുറി നാരങ്ങ നീരും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. കാരണം അല്ലെങ്കിൽ ശർക്കര വീണയായി പോവില്ലേ, കട്ടിയായി പോവില്ലേ. അതുകൊണ്ട് അങ്ങനെ ആവാണ്ടിരിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ പാകം കഴിഞ്ഞു പോവില്ല, അതുകൊണ്ട് നാരങ്ങ നീര് ചേർത്ത് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മുടെ തുടച്ച് വെച്ചേക്കണം നെല്ലിക്കയൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. നമുക്കിങ്ങനെ പതിയെ ഇളക്കി. ആദ്യമൊക്കെ ഇത്തിരി ഹൈ ഫ്ലെയിമിൽ അങ്ങിട്ട് ഒരുമാതിരി ആയി കഴിയുമ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയാൽ മതി കേട്ടോ. ഇപ്പോൾ ഇത് പച്ചവെള്ളം പോലെയല്ലേ നമ്മുടെ ശർക്കരപ്പാനിയൊക്കെ ഇരിക്കണേ. ഇത് നന്നായിട്ട് കുറുകി വരണം. പാകം തെറ്റില്ല, കാരണം നമ്മൾ നാരങ്ങ നീര് ചേർത്തിരിക്കുന്നതുകൊണ്ട്. നമ്മുടെ ഈ നെല്ലിക്ക എന്ന് പറഞ്ഞാൽ ഒത്തിരി ഗുണങ്ങളുള്ളതാണെങ്കിലും നമുക്ക് കഴിക്കാൻ, എനിക്ക് പച്ചയ്ക്ക് കഴിക്കാൻ മടി കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ ഇത് വാങ്ങിച്ചിട്ട് എഡ്വിനോട് പറഞ്ഞ പോലുമില്ല, വേണോടാന്ന് ചോദിച്ച പോലുമില്ല. കാരണം അവൻ കഴിക്കില്ല, അവനും അതെ പൊന്നൂസും അതെ കഴിക്കില്ല. അപ്പം ഇങ്ങനെയൊന്നും ഉണ്ടാക്കി കാണിച്ചു കൊടുത്താൽ അവരുടെ റെസ്പോൺസ് എന്നാന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഇത്തിരി ഒന്ന് താമസമുണ്ട്, പെട്ടെന്ന് ഇതായി വരുമൊന്നുമില്ല. നമ്മൾ ഇളക്കി ഒത്തിരി ഫ്ലെയിമിലിട്ട് അത് പെട്ടെന്ന് ഇതായി പോകും. ഇത് നന്നായിട്ട് ഈ ശർക്കരയുടെ മധുരമൊക്കെ ഇതിലേക്ക് അബ്സോർബ് ചെയ്യണം. അതിന് വേണ്ടി നമ്മൾ ആ സ്പൂണും കൊണ്ട് ഹോൾസൊക്കെ ഇട്ടേക്കണം കേട്ടോ, പെട്ടെന്ന് അങ്ങ് അബ്സോർബ് ചെയ്യാൻ വേണ്ടി. എന്നാലും നമ്മൾ ഇളക്കി ഇത്തിരി ക്ഷമയോട് കൂടിയൊക്കെ ഇരിക്കണം കേട്ടോ. നമ്മുടെ കാലാവസ്ഥയൊക്കെ പെട്ടെന്ന് ഒത്തിരി ചേഞ്ച് ആയില്ലേ. വെയിലൊക്കെ കണ്ട് അത്യാവശ്യം ഇതൊക്കെ നമ്മുടെ പച്ചക്കറികളും അങ്ങനെ എല്ലാം ഒക്കെ കൃഷിക്ക് എല്ലാത്തിനും ഒരു അനുകൂലമായ കാലാവസ്ഥയൊക്കെ വന്നതായിരുന്നു. വീണ്ടും നല്ല അടഞ്ഞ മഴ തന്നെയായിട്ടുണ്ടല്ലോ എല്ലായിടത്തേക്കും. എങ്ങനെയൊക്കെ ഇവിടെയൊക്കെ നല്ല മഴയുണ്ടത്, ഇപ്പോഴും നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലായിടത്തേക്കും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കില്ലേ. അതുകൊണ്ട് ഇങ്ങനെ കാലാവസ്ഥ മാറി വരുന്നതുകൊണ്ട് പിന്നെ കുട്ടികൾക്കാണെങ്കിലും പെട്ടെന്ന് ജലദോഷവും പനിയൊക്കെ, നമ്മുടെ പൊന്നൂസിനൊക്കെ നല്ല ചുമയൊക്കെ കേട്ടോ. അതുപോലെ തന്നെ കൃഷിക്കാരുടെ കാര്യമാണ് ഒത്തിരി അവതാളത്തിലാവണേ അല്ലേ. ഒന്നിനും കാർഷിക വിഭവങ്ങളൊക്കെ ഒന്നും ഇല്ലാത്ത അവസ്ഥയാകുക. നമ്മുടെ കുരുമുളകിനൊക്കെ അത് ചരടിട്ട് കുരുമുളക് പിടിക്കണ സമയമൊക്കെ അല്ലേ, അന്നേരത്തേക്ക് ഇപ്പം ചരടൊക്കെ മാത്രമേ ഉള്ളൂ കേട്ടോ, കാലിയാണ്, ഒന്നുമില്ല. കൃഷിക്കാരൻ്റെ കാര്യം കട്ടപ്പുക അല്ലേ.
എന്താ ചെയ്യണേ, എല്ലാം ദൈവത്തിൻ്റെ പ്ലാൻ അല്ലേ. മനുഷ്യൻ അവൻ്റെ കഴിവുകളിൽ അഹങ്കരിക്കുകയാണ്, അതൊക്കെയാവും. അങ്ങനെയൊക്കെ കാര്യങ്ങളല്ലേ. അപ്പോൾ ഇത് നമുക്ക് പതിയെ ആക്കിയെടുക്കാം അല്ലേ. ഇതിങ്ങനെ ചെയ്യുന്നത് തേനും കൊണ്ട് ചെയ്യുവാട്ടോ ഏറ്റവും നല്ലത്. പക്ഷെ നമുക്ക് തേൻ ഇല്ല, അതുകൊണ്ടാണ്. പിന്നെ കുട്ടികൾക്കൊക്കെ എന്ന് വെച്ചാൽ പനങ്കൽക്കണ്ടം കൊണ്ട് ചെയ്യണമെന്നല്ല. അതും എൻ്റെ കയ്യിൽ ഇപ്പം ഇല്ല. പക്ഷെ നെല്ലിക്ക ഓൾറെഡി വാങ്ങിയല്ലോ, അതുകൊണ്ട് എൻ്റെ കയ്യിൽ അവൈലബിൾ ആയത് ശർക്കരയായിരുന്നു. പക്ഷെ ശർക്കരയും കൊണ്ട് ചെയ്തത് സൂപ്പറാട്ടോ, നല്ലതൊക്കെയാണ്. പക്ഷെ പനങ്കൽക്കണ്ടായിരിക്കും കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടുള്ളത്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ശർക്കരയും കൊണ്ട് ചെയ്യുന്നത്. ശർക്കരയും കൊണ്ട് ചെയ്ത് നോക്കിയാലും അടിപൊളിയാട്ടോ. അപ്പം നമ്മുടെ തേനെല്ലിക്ക ഇവിടെ ഏകദേശം റെഡി ആയിട്ടോ. കണ്ട, ഇത് അപ്പം തന്നെ കഴിച്ചാൽ കൊള്ളില്ല എന്നല്ല, അത്രയ്ക്ക് ടേസ്റ്റ് വരില്ല. 2 ദിവസമൊക്കെ കഴിയുമ്പോൾ കഴിച്ചാൽ നല്ല കേട്ടോ, അടിപൊളി സൂപ്പറാണ്. ഇതിനി ഒരു എയർടൈറ്റ് കണ്ടെയ്നറിൽ ഉള്ളിൽ അടച്ച് വെക്കണം കേട്ടോ, ചൂടാറിയിട്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവരൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടൊന്ന് കമൻസ് ഒന്ന് അറിയിക്കണം കേട്ടോ. അതുപോലെ തന്നെ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുകയും എൻ്റെ യൂട്യൂബ് ചാനൽ എഡ്വിൻസ് വൈബ്സ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ. കണ്ടോ, നമ്മുടെ നെല്ലിക്കയൊക്കെ നല്ല തേൻ പോലെയായി.